ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സജില എഴുതിയിരിക്കുന്ന ഒരു മെയിലാണ് വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് സജില, യഥാർത്ഥ പേരല്ല. എനിക്ക് 31 വയസ്സുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് കുറേ വർഷമായതാണ്. എൻ്റെ ഭർത്താവ് വിദേശത്താണ്. എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള താല്പര്യമൊന്നും അദ്ദേഹം ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ല. ഞാൻ ആഗ്രഹിച്ചപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞത് അവിടെ അതിനുള്ള സെറ്റപ്പ് ഇല്ലെന്നാണ്. നല്ല സാലറി ഒക്കെ കിട്ടുന്നുണ്ട്, പണമൊക്കെ അയച്ചു തരും. ഇവിടെ പ്രായമായ അദ്ദേഹത്തിൻ്റെ അമ്മയാണ് കൂടെയുള്ളത്. പ്രായത്തിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്കുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവരെയും കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോകണം. ഇതാണ് വർഷങ്ങളായി എൻ്റെ ജീവിതം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഭർത്താവ് 1 വർഷം കൂടിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ 1.5 വർഷം കൂടിയിരിക്കുമ്പോഴേക്കും 3 മാസം വരും. അന്ന് അടിച്ചു പൊളിച്ച് നടക്കും. കുട്ടികളുണ്ടാകാത്ത കാര്യം എല്ലാവരും ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ പോയി പരിശോധിച്ച് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിനാണ് കുഴപ്പം. പക്ഷേ എന്നെ കുറ്റക്കാരിയാക്കാതെ എല്ലാവരോടും പറഞ്ഞു, എനിക്ക് വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നതുകൊണ്ട് പ്രശ്നങ്ങളുണ്ട്. അവളുടെ കുഴപ്പമല്ല, എൻ്റെ കുഴപ്പം എന്ന് മാറുമെന്നറിയില്ല. ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളുണ്ടായെങ്കിൽ ഉണ്ടാകട്ടെ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ എല്ലാവരോടും തുറന്നടിക്കും മാഡം. അതുകൊണ്ട് എന്നെ ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല. സത്യം പറഞ്ഞാൽ സാധാരണ പുരുഷന്മാർ അങ്ങനെ പറയാത്തതാണ്. സ്വന്തം തെറ്റുകൾ മറച്ചു വെക്കാനാണ്, അല്ലെങ്കിൽ കുറ്റങ്ങൾ മറച്ചു വെക്കാനാണ് പലരും ശ്രമിക്കുന്നത്. എൻ്റെ ഭർത്താവിന് അങ്ങനെയൊന്നുമില്ല. കൂളായിട്ട് പറയും, എനിക്ക് കൗണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ്. അതിപ്പോൾ എന്താ എന്ന് ചോദിക്കും. പുള്ളിയുടെ ആ സ്വഭാവത്തിന് കേൾക്കുന്നവർ അടങ്ങിപ്പോവുകയും ചെയ്യും. അങ്ങനെ ആ ഒരു വിപത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തി. അല്ലായിരുന്നെങ്കിൽ 100 പേരിനോട് 100 ചോദ്യങ്ങൾ ചോദിച്ചേനെ. ഇതിപ്പോൾ ബന്ധുക്കൾക്കും അടുത്തുള്ളവർക്കും നാട്ടുകാർക്കുമൊക്കെ പുള്ളിയുടെ പറച്ചിൽ നിന്ന് തന്നെ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് തലവേദനയില്ല. എങ്കിലും പലരും എന്നെ നോക്കി സഹതപിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ മോളെ? ഭർത്താവിനെ പറഞ്ഞ് അവനെ നാട്ടിൽ കൊണ്ടുവന്ന് നിർത്തണം. 1 വർഷമെങ്കിലും ഒന്നിച്ച് കഴിയണം. അല്ലെങ്കിൽ നീ അങ്ങ് പോയി 2 വർഷം അവൻ്റെ കൂടെ അങ്ങ് നിൽക്ക്. അപ്പോൾ ചികിത്സയൊക്കെ ചെയ്ത് പെട്ടെന്ന് കുട്ടികളുണ്ടാകും എന്നൊക്കെ പറയുന്നവരുമുണ്ട്. ഞാനിപ്പോൾ പറയും, അതൊക്കെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ നമ്പർ തരാം, ചേച്ചി അങ്ങ് വിളിച്ച് പറയൂ, അല്ലെങ്കിൽ ചേട്ടൻ വിളിച്ച് പറയുമെന്ന് പറയും. അതോടുകൂടി അവരുടെ നാവ് അങ്ങ് അടങ്ങും. അല്ലാതെ എന്ത് ചെയ്യാനാണ്? ഈ ലോകത്ത് ജീവിക്കാൻ എന്തൊരു പാടാണ് മാഡം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ ഭർത്താവിനെ കൊണ്ട് എനിക്കൊരു തലവേദനയുമില്ല. പുള്ളി ഒരു പ്രത്യേക ടൈപ്പാണ്, അത്രമാത്രമേ ഉള്ളൂ. എന്നോട് സ്നേഹമാണ്. മറ്റെന്തെങ്കിലും കാര്യത്തിൽ അസംതൃപ്തി ഉണ്ടോ വരുമ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു തരി പോലുമില്ല. നല്ല സംതൃപ്തി തന്നെയാണ് അദ്ദേഹവുമൊത്തുള്ള ജീവിതം. പിന്നെ ഇവിടെ ഇപ്പോൾ അദ്ദേഹം ഇല്ലാത്ത സമയത്ത് അമ്മയുടെ അസുഖം, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുക, എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ പോണ്ടേ മാഡം. സർവത്ര ബിസിയാണ്. പിന്നെ ഇവിടെ കാറുണ്ട്, അതോടിക്കാൻ എനിക്കറിയില്ല. അത്യാവശ്യം വരുമ്പോൾ ബന്ധുക്കൾ ആരെങ്കിലും വരും. പിന്നെ സ്കൂട്ടി ഉണ്ട്, അതിനാണ് ഞാൻ പോകുന്നത് വരുന്നതൊക്കെ. മിക്കവാറും ഞാൻ തിരക്കിലായിരിക്കും മാഡം. ചില ആൾക്കാർ പറയും, അയ്യോ ഇവളെ എപ്പം നോക്കിയാലും പുറത്ത് കാണാമല്ലോ, ഉദ്യോഗസ്ഥരെക്കാൾ നിനക്ക് തിരക്കാണല്ലോ എന്ന്. ഞാൻ പറയും, പിന്നെ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്ന് ചെയ്യുമോ? ഇങ്ങനെയൊക്കെയുള്ള സംഭാഷണങ്ങൾ നടക്കും മാഡം. ഇതിനിടയ്ക്ക് എൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങളുണ്ടായി. എൻ്റെ വീടിന് തൊട്ടടുത്ത് ഒരു വീടുണ്ട്. ആ വീട്ടിലെ ചേച്ചി ഞങ്ങളും എല്ലാമായി ഒരു കുടുംബം പോലെയാണ്. അവർക്ക് ഒരാണും പെണ്ണുമാണുള്ളത്. പെണ്ണ് മൂത്തതാണ്, ആണ് ഇളയവനാണ്. അവൻ +2 കഴിഞ്ഞപ്പോഴേക്കും ബാംഗ്ലൂരിൽ പോയി ഒരു കോഴ്സ് പഠിച്ചു. വാത്സല്യമൂത്ത ചേച്ചിയും ചേട്ടനുമെല്ലാം അവർക്ക് ബിസിനസ്സാണ്. അവർ ചെക്കനിവിടെ ബാംഗ്ലൂരായിരുന്നു. അവിടെ വാടക വീടെടുത്ത് താമസിക്കുകയായിരുന്നു. ഇവിടുത്തെ വീട്ടിൽ വല്ലപ്പോഴും ചേച്ചി ചേട്ടനും കൂടെ വരും. സത്യം പറഞ്ഞാൽ ആ ചെക്കനെ കണ്ടിട്ട് കുറേ വർഷമായിരുന്നു. പിന്നീട് അവൻ്റെ കോഴ്സ് കഴിഞ്ഞപ്പോഴേക്കും അവർ നാട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോഴാണ് മാഡം ഞാൻ അവനെ ശ്രദ്ധിക്കുന്നത്. അയ്യോ, പോയപ്പോൾ ഇല്ലേ ഞാനൂല് പോലിരുന്ന പയ്യനാണ്. വന്നു കഴിഞ്ഞപ്പോൾ ഇവനെ ആര് സൽമാൻ ഖാനോ, എന്ത് സുന്ദരൻ! ശരിക്കും നല്ല മോഡൽസിനെ പോലൊരു ചെക്കൻ. ചുവന്ന ചുണ്ടുകളും വെളുത്ത ശരീരവും കറുകറുത്ത മുടിയും. അയ്യോ, ഇങ്ങനെയൊക്കെ ഫീച്ചേഴ്സ് സാധാരണ പെണ്ണുങ്ങളാണ് കൂടുതൽ കാണാറുള്ളത്. പെണ്ണുങ്ങളെ പോലും തോൽക്കുന്ന രീതിയിലുള്ള ആൺ സൗന്ദര്യം. പെണ്ണുങ്ങൾ മോഹിക്കും, ഉറപ്പാണ്. അത്രയ്ക്ക് നല്ല ചാവിങ്ങാണ് ആ പയ്യൻ. അവനെ കണ്ട് ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും മാറ്റങ്ങൾ പെട്ടെന്നുണ്ടാകുമോ? അല്ലെങ്കിൽ ആണുങ്ങളും പെണ്ണുങ്ങളുമൊക്കെ വളരുന്ന സ്റ്റേജിൽ പെട്ടെന്ന് അങ്ങ് വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപൂർവമായ മാറ്റങ്ങളല്ലേ മാഡം ഉണ്ടാകുക? അതുപോലെ എല്ലാവർക്കും അവനോട് പെട്ടെന്ന് അട്രാക്ഷൻ തോന്നുന്ന മാറ്റങ്ങൾക്ക് ഉടമയായി അവൻ തീർന്നത് കണ്ട് എനിക്കും എന്തോ ഒരു വല്ലാത്ത സന്തോഷം. അത്രയും സുന്ദരനായ ഒരു പയ്യൻ എൻ്റെ വീടിനപ്പുറത്തുണ്ട്. അവനാണെങ്കിൽ എന്നെ ചേച്ചി ചേച്ചി എന്ന് വിളിച്ചിട്ട് പണ്ടോട്ടെ നടന്നവനാണ്. ഇപ്പോൾ ഒത്തിരി യുവാവായിട്ട് വന്ന് നിൽക്കുന്നു. വേറെ ദുരാഗ്രഹങ്ങളൊന്നും എനിക്കില്ല. എന്നാലും എൻ്റെ മനസ്സിൻ്റെ കോണിൽ എവിടെയോ ഒരു നൊമ്പരം.
മധുര നൊമ്പരം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവൻ്റെ സാമീപ്യം എനിക്ക് ഒത്തിരി സന്തോഷം നൽകി. പക്ഷേ മനസ്സിൽ ഞാൻ വേറൊന്നും വിചാരിച്ചില്ലേ. ഇതിനിടയ്ക്ക് തന്നെയാണ് എൻ്റെ വീടിൻ്റെ മറുവശത്ത് തൊട്ടു ചേർന്നുള്ളൊരു വീടുണ്ട്. അത് ഒരു 2 നില വീടാണ്. അതിന് മുകൾ വശം എപ്പോഴും മറ്റേതെങ്കിലും ഫാമിലിക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. താഴെ അവിടുത്തെ പ്രായമായ അച്ഛൻ മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം നല്ല ഹെൽത്തി ഒക്കെയാണ്. മക്കളൊക്കെ വിദേശത്താണ്. നേരത്തെ ഫാമിലി ആയിരുന്നു. ഇപ്പോൾ ഒരു 5-6 മാസമായിട്ട് അവിടെ ആരുമില്ലാതിരിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ താമസിക്കാൻ വന്നത് ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം നല്ലൊരു പദവി അലങ്കരിക്കുന്ന ആളാണ്. ഏകദേശം 43 വയസ്സോളം കാണും. അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തെ ശങ്കരേട്ടൻ എന്ന് വിളിക്കുന്നു. യഥാർത്ഥ പേരൊന്നുമല്ല കേട്ടോ. നമ്മുടെ ചെക്കനിലെ ബോബി, അവനെയും ഞാൻ അങ്ങനെയാണ് വിളിക്കുന്നത്, ബോബിക്കുട്ട എന്ന്. സത്യം പറഞ്ഞാൽ ബോബിയാണ് അങ്ങേര് വന്നു കഴിഞ്ഞപ്പോൾ എന്നെ പരിചയപ്പെടുത്തിയത്. കാര്യം വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ബോബിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശങ്കരേട്ടൻ ചോദിക്കായിരുന്നു, മോനെ എവിടെയാണ് ജിമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഹെൽത്ത് കോൺഷ്യസ് ആണ് എന്ന് വെച്ചിട്ട് അങ്ങേർക്ക് ഈ ബോബിയെ പോലൊന്നും മസിൽസോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഒരു നല്ല ബോഡിയാണ്. അതല്ലാതെ വേറെ ഭയങ്കരമായിട്ട് 6 പാക്കോ അങ്ങനെയൊന്നും കാണാനില്ല. പക്ഷേ നല്ല സൂപ്പർ സുന്ദരനായ ഒരു മനുഷ്യനാണ്. ബോബിയേക്കാൾ മുഖസുന്ദരം അങ്ങേർക്കുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും 2 പേരും അവരുടെ പ്രായത്തിന് തികഞ്ഞ 2 സൗന്ദര്യമുള്ള ആണുങ്ങളാണ്. ശങ്കരേട്ടൻ വന്ന് വീടിൻ്റെ മുകളിൽ താമസം ആരംഭിച്ചപ്പോഴില്ലേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് ഫോൺ ചെയ്യുന്നതൊക്കെ ഞാൻ നോക്കി നിൽക്കും. എൻ്റെ ജനലിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. പക്ഷെ പുള്ളിക്ക് എന്നെ കാണില്ല. എന്നാലും ഞാൻ ചിരിക്കാനും മിണ്ടാനൊന്നും പോയില്ല. ഒന്നാമതേ ഞാൻ പലരുടെയും നോട്ടപ്പുള്ളിയാണ്. ഇനിയിപ്പം അങ്ങേരുമായിട്ട് സൗഹൃദം കൂടിക്കഴിഞ്ഞാൽ അത് ശരിയാകില്ല. അതുകൊണ്ട് ഞാൻ അടങ്ങി നിന്നു. അപ്പോഴാണ് ബോബി എന്നെ പരിചയപ്പെടുത്തിയത്. അപ്പം പിന്നെ എങ്ങനെയാ മിണ്ടാതിരിക്കുക. ചെക്കനാണെങ്കിൽ ഈ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് പണ്ടോട്ട് സർവ്വസാധാരണ കൊടുത്തൊരു പയ്യനാണ്. ഹസ്ബൻഡിന് വലിയ വാത്സല്യമാണ്. അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ലോ. അവൻ പരിചയപ്പെടുത്തിയോണ്ടാണ് ഞാൻ ശങ്കരേട്ടനോട് മിണ്ടിയത്. അങ്ങനെയാകുമ്പോൾ ഇവർ രാവിലെ വൈകുന്നേരമൊക്കെ സമയമനുസരിച്ച് ജിമ്മിൽ പോകും. അത് കഴിഞ്ഞിട്ട് 2 പേരും കൂടെ ബൈക്കിൽ വരികയും ചെയ്യും. ഒന്നുകിൽ ചെക്കൻ്റെ ബൈക്കിലാകും പോവുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബൈക്കിൽ. ആ സമയത്ത് മതിലിൻ്റെ അവിടെ നിന്ന് ഞാനും എന്തെങ്കിലും സംസാരിക്കും. ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഇന്നാണെങ്കിൽ ശരിക്കില്ലേ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, അമ്പലത്തിൽ പോകണമെന്നുണ്ട്. എടാ വൈകുന്നേരം ആകുമ്പോഴേക്കും ഒന്ന് എന്നെ അമ്പലത്തിൽ കൊണ്ടുപോകുന്നു. അതിന് തേച്ചി നമുക്ക് 2 കൂടെ പോകാമല്ലോ എന്ന് പറഞ്ഞു. ഒന്നുമില്ല, എനിക്ക് വേണമെങ്കിൽ തനിയെ പോകാമെന്നേ ഉള്ളൂ. അവൻ കൂടി വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ഗത്ത്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ആ സമയത്തേക്ക് വൈകുന്നേരമായി കഴിയുമ്പോഴേക്കും ഞാൻ ഒരുങ്ങി മുറ്റത്തിറങ്ങി. ചെക്കൻ ഇപ്പോൾ വരും. അപ്പോഴുണ്ട് മതിലിൻ്റെ അവിടെ ശങ്കരേട്ടൻ നിൽക്കുന്നു. ആഹാ കള്ളി, ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് ആരോടും പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് ഇവിടെ ഇല്ലല്ലോ, പിന്നെ എന്ത് വെഡ്ഡിങ് ആനിവേഴ്സറി? അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ആഘോഷിക്കാമായിരുന്നു. എന്നാലും അമ്പലത്തിലൊക്കെ പോകുന്നല്ലോ, അതുവിനെ പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കണം. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ വരാം. അതെങ്ങനെ നമ്മൾ 3 പേരും കൂടെ പോകുന്നത്? അത് പിന്നെ ഞാൻ പുറകെ വന്നേക്കാം ബൈക്കിൽ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയും അന്ന് അമ്പലത്തിൽ വന്നു. വലിയൊരു പാറയുടെ മുകളിലാണ് അമ്പലം. നല്ല പ്രശാന്ത സുന്ദരമായ സ്ഥലം. പിന്നെ അവിടെ കാവ് പോലൊക്കെ ഉണ്ട്. അവിടേക്ക് ഞങ്ങൾ നടന്നു കണ്ടു. ശങ്കരേട്ടൻ അവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് അവിടെ വരുന്നത്. അമ്പലത്തിൽ പോയി കളിച്ച് ചിരിച്ച് തമാശകളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ 3 പേരും കൂടി പടിക്കെട്ട് ഇറങ്ങി വരുമ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ളവരൊക്കെ സംശയാസ്പദമായി നോക്കുന്നു. 2 ആണുങ്ങൾക്ക് നടുവിൽ ദേ ഒരുങ്ങിക്കിട്ടി ഒരുത്തി നിൽക്കുന്നു എന്നുള്ള രീതിയിലാകുമെന്ന് എനിക്കുറപ്പായിരുന്നു. നാളെ ഇനി അത് ഗോസിപ്പായിട്ട് പുറത്ത് വരുമോ എന്ന് എനിക്കൊരു സംശയം. ഞാനത് 2 പേരോട് പറയുകയും ചെയ്തു. അവർ 2 പേരും ആസ്വദിച്ച് ചിരിച്ചു. അത് നല്ലതല്ലേ, 2 വശത്തും ആണുങ്ങളുള്ളത് എന്ന്. അത് കേട്ടപ്പോൾ ഞാനും ചിരിച്ചു. എന്തെങ്കിലും ആകട്ടെ, ഇനിയിപ്പോൾ എന്താകാനാ എന്ന് വിചാരിച്ചാണ് ആ സൗഹൃദത്തിൽ ഞാനും ചേർന്ന് നടന്നത്. വീട്ടിൽ വന്നിറങ്ങിയപ്പോഴേക്കും പിന്നെയും വന്ന് ശങ്കരേട്ടൻ പറഞ്ഞു, എന്തായാലും ഒരു പാലട പ്രഥമനെങ്കിലും എനിക്ക് ഉണ്ടാക്കി തരണമായിരുന്നു. ഞാനാണെങ്കിൽ എത്രയോ നാളായി ഒരു പ്രഥമൻ കഴിച്ചിട്ട്. അതെന്താ ചേട്ടൻ്റെ വൈഫ് ഉണ്ടാക്കി തരില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും പുള്ളി പറഞ്ഞു, അത് പിന്നെ അവൾ ഉദ്യോഗസ്ഥയല്ലേ, പാചകമൊന്നും വലിയ വശമില്ല. അവൾ ഒരിടത്ത് വർക്ക് ചെയ്യുന്നു, ഞാൻ വേറൊരിടത്തും. അതൊക്കെ അങ്ങ് അഡ്ജസ്റ്റഡ് ആയിപ്പോയി. എങ്കിലും പാചക വിദഗ്ധയൊന്നുമല്ല. ഇവനാണ് പറഞ്ഞത് നീ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണെന്നും. ആണോടാ ബോബിക്കുട്ട? പിന്നെ ചേച്ചി ഉണ്ടാക്കുന്നതാണ് സൂപ്പർ ടേസ്റ്റ്. ഒരു ചമ്മന്തി അരച്ചാലും നല്ല ടേസ്റ്റാണ്. എൻ്റെ അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ പാചകമൊന്നും അറിയില്ല, ശങ്കരേട്ടൻ്റെയൊക്കെ വൈഫിനെ പോലെ തന്നെയാണ് എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊന്ന് ആസ്വദിച്ചു. അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്നത് ആണുങ്ങൾ തിന്നിട്ട് നല്ലൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നിറയില്ലേ മാഡം? 2 പേരും എന്നെ പുകഴ്ത്തി. ഒരാൾ എൻ്റെ പാചകം അനുഭവിച്ചിട്ടുള്ളതാണ് ബോബിക്കുട്ടൻ. പക്ഷേ ശങ്കരേട്ടൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാൻ പറയാതിനെന്താ, നാളെ രാവിലെ തന്നെ ഞാൻ ഉണ്ടാക്കിത്തരാം. അയ്യോ രാവിലെ വേണ്ട
മോളെ, ഞാൻ ഓഫീസിൽ പോകും, വൈകിട്ട് വരുമ്പോഴേക്കും റെഡിയാക്കി വെച്ചാൽ മതിയെന്നും. ഞാൻ പറഞ്ഞു ഓക്കെ ചേട്ടാ, വേറെന്തെങ്കിലും വേണോ എങ്കിൽ ഞാൻ ഉണ്ടാക്കി വെക്കാന്ന്. വേണ്ട മോളെ, നീ പാലട പ്രഥമൻ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കാത്തിരുന്നു. രണ്ടുപേരെയും, ബോബിയെയും ശങ്കരേട്ടനെയും ഞാൻ കുടിക്കാൻ വിളിച്ചു. രണ്ടുപേരും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് മൂക്കുമുട്ട കുടിച്ചു. മാഡം, ബോബി ഇപ്പോൾ ശങ്കരേട്ടനോട് പറയണം, നോക്ക് ഞാൻ പറഞ്ഞത് എത്ര കറക്റ്റാ, നല്ല ടേസ്റ്റില്ലെന്ന്. അപ്പോൾ ശങ്കരേട്ടൻ പറഞ്ഞു, നല്ല കൊഴുത്ത്, ശരിക്കില്ല, റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന പോലെ ഉണ്ട്, വലിയ ഷെഫുകൾ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ട്. തനിക്കിതിൻ്റെയൊക്കെ ബിസിനസ് തുടങ്ങിക്കൂടെ, ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ കൂടും, വലിയ പണക്കാരിയായി മാറുമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് വലിയ പണക്കാരൊന്നും ആവേണ്ട, ഭർത്താവ് അയച്ചിരുന്ന തന്നെ എനിക്ക് അധികമാണ് എന്ന് പറഞ്ഞു. എന്നാലും ഇതിനിങ്ങനെ ഇത്രയും കൊഴുപ്പും ടെക്സ്ചറും ഒക്കെ കറക്റ്റായിട്ട് വരുന്നത് എങ്ങനെയാണ് മോളെ എന്ന് ശങ്കരേട്ടൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനാണെങ്കിലേ കടയിൽ നിന്ന് പാല് വാങ്ങാറില്ല, ജോസേട്ടൻ്റെ പാലാണ് വാങ്ങിക്കാറുള്ളത്, അതങ്ങ് കൊഴുത്തിരിക്കുന്ന പാല്, നല്ല പ്യുവർ പാല് എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്നില്ലേ ബോബി എന്തോ തമാശ കേട്ട പോലെ പെട്ടെന്ന് ചിരിച്ചു. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഈ ചിക്കൻ എന്തിനാണ് എന്നെ കളിയാക്കി ചിരിക്കുന്നത്, എന്താണെന്ന് ചോദിച്ചു. മിണ്ടുന്നില്ല. രണ്ടാണുങ്ങളും മുഖത്തോട് മുഖം നോക്കിയിട്ട് പിന്നെയും പൊട്ടിച്ചിരിച്ചു. ഞാനങ്ങ് അയടാന്നായി. എനിക്ക് അവർ ചിരിക്കുന്നതിൻ്റെ കാര്യം ഇത്തിരി കഴിഞ്ഞാണ് മനസ്സിലായത്. എനിക്കാകെ നാണം തോന്നി. ഈ ആണുങ്ങൾക്കൊക്കെ എന്താ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. പക്ഷേ സംസാരിക്കാൻ എനിക്ക് മടിയായിരുന്നു. ഇത്രയും നാളായിട്ടും അങ്ങനെ അതിര് കടന്നുള്ള അർത്ഥം വെച്ചുള്ള ഒരു വർത്തമാനമില്ല. എൻ്റെ മുഖം കണ്ടപ്പോൾ അവർ പെട്ടെന്ന് അവരുടെ ഭാവം അങ്ങ് മാറ്റി വേറെന്ത് വിഷയമൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിലാണ് പിരിഞ്ഞത്. പിറ്റേ ദിവസം ഞാൻ ബോബിയെ കണ്ടപ്പോൾ ചോദിച്ചു, എടാ ഇന്നലെ എന്തിനാണ് ഇങ്ങനെ ചിരിച്ചത്, എന്തർത്ഥത്തിലാണ് ചിരിച്ചത്, എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ പിന്നെയും ചിരിച്ചു. ചേച്ചി, രണ്ടാണുങ്ങളുണ്ടെങ്കിൽ അവർ തമ്മിൽ സംസാരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ചേച്ചിക്ക് ഊഹിക്കാൻ പറ്റില്ല. അതുപോലെ ചേച്ചിയുടെ കൂട്ടുകാരിയും എന്തൊക്കെ പറയുന്നുള്ളത് ഞങ്ങൾക്ക് ഊഹിക്കാൻ പറ്റില്ല. ചേച്ചി, ഞങ്ങളിങ്ങനെ ജിമ്മിൽ സ്ഥിരമായിട്ട് പോകുന്നതുകൊണ്ട് പ്രായവ്യത്യാസമൊന്നുമില്ലാതെ ഓരോ കുത്സിതങ്ങളൊക്കെ പറയാറുണ്ട്. രണ്ടാണുങ്ങളല്ലേ, ചേച്ചിക്ക് അറിയില്ലേ. അപ്പം അങ്ങനെയൊക്കെ പറയുന്ന ഒരു വൈബ് ഓർത്ത് ഇത് കേട്ടപ്പം ഞാനങ്ങ് ചിരിച്ചതാണ്. അതിലങ്ങ് ചിരിക്കാൻ മാത്രമൊന്നുമില്ലല്ലോ, അത് ചേച്ചിക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. ശരിക്കും അതിൽ ചിരിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ ശരിക്കും കളിയാക്കിയതല്ലേ എന്ന് ചോദിച്ചു. കളിയാക്കിയതല്ല, ചേച്ചിയുടെ പറച്ചിൽ കേട്ട് ഞങ്ങൾ വേറെന്തോ ഓർത്ത് ശരിക്കും ചിരിച്ചു പോയതാണ്. ആക്ച്വലി ശങ്കരേട്ടന് ചേച്ചിയെ ഭയങ്കര കാര്യമാണ്. എടാ, എന്നെ പറ്റി ശങ്കരേട്ടൻ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്നോട് പറഞ്ഞു, നല്ല അഭിപ്രായമാണ്, പക്ഷേ ആദ്യം പറഞ്ഞത് ഇങ്ങനൊന്നുമല്ല. എന്താണ് ശങ്കരേട്ടൻ ആദ്യം പറഞ്ഞത്, എന്നോട് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, വേണ്ട പറയുന്നില്ല. ചേച്ചി ചിലപ്പം ശങ്കരനോട് ചോദിക്കും, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കും. ഇല്ലടാ, ഇല്ല, ഞാൻ വഴക്കുണ്ടാക്കില്ല. എന്താ ശങ്കരേട്ടൻ പറയുക? അപ്പം അവനൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ആദ്യം ചേച്ചിയെ പറ്റി ശങ്കരേട്ടനോട് പറഞ്ഞത് ചേച്ചി ഒരു സൂപ്പർ ചരക്കാണെന്നാണ്. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടി. പോടാ, ശങ്കരേട്ടൻ അങ്ങനൊന്നും പറയില്ല, നീ തോന്നിയ ദിവസം പറഞ്ഞതാണ്. എൻ്റെ പൊന്നു ചേച്ചി, അതൊരു കോംപ്ലിമെൻ്റ് അല്ലേ, പെണ്ണുങ്ങളെ കാണുമ്പോൾ നല്ല സുന്ദരിയാണ് എന്ന് പറയുന്ന പോലെ ഉള്ളത്. എന്നാലും അങ്ങനെ ശങ്കരേട്ടൻ പറഞ്ഞു. പറഞ്ഞു, അതാണ് പറഞ്ഞത്. ഞാൻ ഇതൊന്നും പറയില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ചോദിക്കും, പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞത് ഒരിക്കലും പറയല്ലേ എന്ന് പറഞ്ഞു. ഇല്ലടാ, ഞാൻ ചോദിക്കില്ല. അതങ്ങ് പോട്ടെ, നിനക്ക് എന്നെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താ? അപ്പോൾ അവൻ പറഞ്ഞു, ശങ്കരേട്ടനെ പോലെ തന്നെ ചേച്ചി ഇവിടെ കെട്ടിച്ചുകൊണ്ട് വന്നപ്പോൾ മുതലേ ഞാൻ കാണുന്നില്ലേ. എടാ, അന്ന് നീ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ക്ലാസ് എത്ര ആണെങ്കിലും ഇതൊക്കെ തിരിച്ചറിയാനുള്ള പ്രായമായിരുന്നു. ദൈവമേ, അപ്പം നാട്ടുകാരെന്നെക്കുറിച്ച് എന്താ പറയുക? നാട്ടുകാരിങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷേ ചേച്ചിയുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ ചേച്ചിക്കിപ്പം 2 കുട്ടികൾ കണ്ടേനെ. പക്ഷേ ചേച്ചി കുട്ടികളൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ചേച്ചി ഇപ്പോൾ കണ്ടാലും കല്യാണം കഴിച്ചു കൊണ്ടുവന്ന അതേപോലെ തന്നെ ഇരിക്കുകയാണ്. ഒന്ന് പോടാ. കറക്റ്റാണ്. ശങ്കരേട്ടനോട് പറഞ്ഞതെന്നറിയാമോ, 25 വയസ്സ് പോലും തോന്നിക്കില്ലെന്ന്. അത് കേട്ടപ്പോൾ എനിക്കെന്തോ ഒരു ഉൾപ്പുളകം. വെറുതെ ഇരിക്കുന്ന പെണ്ണിന് ഉൾപ്പുളകം കൂടുമോ മാഡം? അറിയില്ല. കേട്ടപ്പോൾ എനിക്ക് വലിയ കുറ്റപ്പെടുത്തലൊന്നുമല്ല തോന്നിയത്. എൻ്റെ മനസ്സിൽ എനിക്ക് എന്തോ അവാർഡ് കിട്ടിയൊരു ഫീലിംഗ് ആയിരുന്നു. എങ്കിലും നല്ല പിള്ള ചമയണ്ടേ, അത് ഞാൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടെ ശരിക്കും എൻ്റെ കാര്യമാണ് കൂടുതൽ സംസാരിക്കാറുള്ളത്. അപ്പോൾ അവൻ പറഞ്ഞു, ചേച്ചിയുടെ കാര്യം ഞങ്ങൾ സംസാരിക്കും, പക്ഷേ ഇവിടെ വേറെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളോട് ഭയങ്കര കമ്പനിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങൾ ജിമ്മിലൊക്കെ പോകുമ്പോഴേക്കും ഞങ്ങളോട് ഇടയ്ക്ക് മിണ്ടുകയും താല്പര്യം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതാരാടാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ 2-3 പെണ്ണുങ്ങളുടെ പേര് പറഞ്ഞു.
പറഞ്ഞു. അല്ലേലും അവളുമാർ ശരിയല്ല, അവളുമാരെ എനിക്കറിയാം എന്നൊക്കെ ഞാനങ്ങ് അറിയാതെ പറഞ്ഞു പോയി. അപ്പോൾ അവൻ പറഞ്ഞു, കണ്ടോ കണ്ടോ അസൂയ, അവർ ഞങ്ങളോട് ഇങ്ങോട്ട് വന്ന് സൗഹൃദം കൂടി സംസാരിക്കുന്നു, ചേച്ചിയാണെങ്കിൽ പാൽപ്പായസം മാത്രം വെച്ച് ഞങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞു. പിന്നെ എന്താടാ, ഞാൻ നിങ്ങൾക്ക് കുഴിമന്തി ഉണ്ടാക്കി തരണോ? ചേച്ചി എന്ത് മന്തി ഉണ്ടാക്കി തന്നാലും ഞങ്ങൾ കഴിക്കും. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഒരു വാണിംഗ് ആണേ, ശങ്കരേട്ടനുമായിട്ട് കൂടുതൽ അടുക്കരുത്. അതെന്താടാ? പുള്ളി പറയുന്നത് ചേച്ചി അടുത്ത് നിൽക്കുമ്പോൾ പുള്ളിയുടെ ലോകമേ മാറിപ്പോകുന്നു. എന്തൊക്കെയാണ് നീ പറയുന്നത്? അതേന്നേ, എന്തോ പുള്ളിക്ക് അങ്ങ് ടെൻഷനാണ്, പരവേശമാണെന്ന് എന്നോട് പറഞ്ഞെന്ന്. നീ എന്നെ വെറുതെ എരികേറ്റാൻ പറയുന്നല്ലേ? ഏയ്, ഞാൻ അങ്ങനൊന്നും പറയുന്നല്ല. ആക്ച്വലി പുള്ളിയുടെ വൈഫും പുള്ളിയുമായിട്ട് അത്ര വലിയ രസത്തിലൊന്നുമല്ല. വീട്ടുകാരാലോചിച്ച് ഉറപ്പിച്ച കല്യാണമല്ലേ, ഇത്രയും വർഷം ജീവിച്ചു, കുട്ടികളൊക്കെ ഉണ്ട്. എന്നാലും രണ്ടുപേരും തമ്മിൽ അങ്ങോട്ട് ജെല്ലായിട്ടില്ല. ആമ്പലും വെള്ളം പോലെ ജീവിച്ചു പോകുന്നു. ചേച്ചി കണ്ടപ്പോൾ പുള്ളി ഒരു ദിവസം എന്നോട് പറഞ്ഞതാണ്, ഇതുപോലൊരു പെണ്ണിനെയായിരുന്നു എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമെന്നും. എന്ത് ചെയ്യാനാ എടാ, വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറയരുത്. ഒന്നാമത് എനിക്ക് പേരുദോഷമാണ്. ചേച്ചി, പേരുദോഷം എന്ന് പറഞ്ഞത് ഇന്ന് വരും, നാളെ പോകും, ചിലപ്പോൾ മറ്റന്നാൾ വന്നെന്നിരിക്കും. നീ എന്നെ കളിയാക്കല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് ചേച്ചിയോട് ഒത്തിരി ഇഷ്ടമുണ്ട്. ചേച്ചി ഒത്തിരി അടുക്കാൻ പോകരുത്. അടുത്ത് കഴിഞ്ഞ് ചിലപ്പോൾ അതിർത്തി താണ്ടി വന്ന് നടന്നു പോകും. എന്ത് നടന്നു പോകുന്നു? അതല്ല, ചിലപ്പോൾ അബദ്ധം വലുത് സംഭവിച്ചാലോ എന്ന് പറഞ്ഞതാണ്. നീ എന്നെക്കുറിച്ച് അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ആരെക്കുറിച്ചും ഒന്നും കരുതിയിട്ടില്ല. പക്ഷേ ചേച്ചി, തീയും വെള്ളവും, തീ അടുത്തുണ്ടെങ്കിൽ ചട്ടി ചൂടാവില്ലേ? ഒന്ന് പോടാൻ തോന്നിയ ദിവസം പറയാതെ. ഞാൻ തോന്നിയ സ്ഥലം പറഞ്ഞത്. പുള്ളിക്ക് ചേച്ചിയോട് നല്ല താല്പര്യമുണ്ട്. അടുത്തടുത്ത് പെരുമാറുമ്പോൾ ചേച്ചിയുടെ മനസ്സ് മാറിപ്പോയാലോ? എൻ്റെ മനസ്സ് അങ്ങനൊന്നും മാറില്ല. അതൊന്നും ചേച്ചിക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ചിലപ്പോൾ മാറിപ്പോയേക്കാം. ഇനി മാറിയെന്ന് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല. ഞാൻ മാത്രമേ അറിയുകയുള്ളൂ. ആ കാര്യങ്ങളൊക്കെ ഞാൻ രഹസ്യമായി സൂക്ഷിക്കാം. ചേച്ചിയുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും എന്ത് കാര്യങ്ങളും ആയിക്കോളൂ. ഞാൻ സപ്പോർട്ടുണ്ട്. ഒന്ന് പോടാ, ചുമ്മാ നടക്കുന്നതിനെ വഴിതെറ്റിക്കാൻ നോക്കുന്നു. അങ്ങനെയല്ല ചേച്ചി, അദ്ദേഹത്തിന് ചേച്ചിയുടെ സാമീപ്യം ആവശ്യമുണ്ട്. എന്നോട് ഒത്തിരി വട്ടം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിതുവരെ പറയാതിരുന്നാണ്. ഇപ്പോൾ ഒരു സന്ദർഭം വന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ 3 പേര് മാത്രമേ അറിയൂ, പുറത്തേക്ക് പോകില്ല. ഒന്ന് പോടാന്ന് പറഞ്ഞ് ഞാനവനെ ഓടിച്ചു വിട്ടു. പക്ഷെ ചെക്കൻ ചേച്ചി ഒന്ന് ആലോചിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ദൈവമേ, എന്തൊക്കെയത്! രാത്രിയായി കഴിഞ്ഞപ്പോഴേക്കും എനിക്കെന്തോ ഒരു വിങ്ങൽ, എവിടെയോ ഉൾക്കുത്ത് പോലെ. അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമാണോ? എനിക്കെന്തോ എൻ്റെ ഭർത്താവിനേക്കാളൊക്കെ നല്ലൊരു പുരുഷനല്ലേ അദ്ദേഹമെന്ന് ആദ്യമേ തോന്നിയിട്ടുണ്ട്. എന്നോട് അദ്ദേഹത്തിന് ആരാധനയുണ്ടോ? അത് എനിക്ക് കിട്ടാവുന്ന ഒരു മികച്ച സമ്മാനമല്ലേ എന്നൊക്കെ ഓർത്ത് എൻ്റെ മനസ്സ് അന്ന് തന്നെ വഴിമാറിയങ്ങ് പോയി. ഞാൻ കൂടുതൽ കടന്ന് ചിന്തിച്ചു. കാര്യം ഒന്നുമില്ലാതെ വെറുതെ പുകയുന്ന ഒരാളാണ് ഞാൻ. തീ ആളിക്കത്തിച്ചെങ്കിലല്ലേ ചട്ടി ചൂടാകൂ. ചട്ടി വെറുതെ ചൂടായിട്ട് എന്ത് കാര്യം? അതിലിട്ട് വറക്കാനോ കറി വെക്കാനോ എന്തെങ്കിലും വേണ്ടേ? ആ അവസ്ഥയിലായിരുന്നു ഞാൻ. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് ശങ്കരേട്ടൻ എന്തെങ്കിലും പറഞ്ഞോന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പെട്ടെന്ന് കൈയടിച്ചു. അടി സഖേ, ഇത് ഞാൻ പ്രതീക്ഷിച്ച ചോദ്യമാണ്. ചേച്ചിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഞാൻ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എടാ, എന്നാലും ആരെങ്കിലും പറഞ്ഞാൽ ആരും അറിയില്ലെന്നേ. എല്ലാത്തിനും ഞാൻ കൂട്ടുണ്ട്. എന്നാലും എങ്ങനെയാ? അതൊന്നും കുഴപ്പമില്ല. ഒരു രാത്രി 12 മണിയൊക്കെ ആകുമ്പോഴേക്കും ഓക്കെ അല്ലേ ചേച്ചി എന്ന് ചോദിച്ചു. വലിയ CCTV ഒന്നും ഇല്ലാത്ത ഏരിയയാണ് അവിടെ. അതുകൊണ്ട് തന്നെ ഇനി അഥവാ ഉണ്ടെങ്കിലും വരേണ്ട വഴികൾ അവന് നന്നായിട്ടറിയാം. അങ്ങനെയാണ് അവൻ ശങ്കരേട്ടനെ എൻ്റെ അടുത്ത് ഒന്ന് കൊണ്ടുവന്നത്. അതോടുകൂടി എനിക്ക് പിന്നെ എന്തോ അദ്ദേഹം പറയുന്നതൊന്നും അനുസരിക്കാതെ ഇരിക്കാൻ വയ്യെന്നായി. എന്തായാലും ഒരു പരീക്ഷണമല്ലേ. പരീക്ഷണത്തിൽ വട്ടം കറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ഭർത്താവ് വിദേശത്തായത് എത്ര നന്നായി. ഇത്രയും കാലം വെറുതെ എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി. ക്രിയാത്മകമായ പല പ്രവർത്തനങ്ങളിലും എനിക്ക് ഏർപ്പെടാമായിരുന്നു. അതൊക്കെ വെറുതെ ഞാൻ പാഴാക്കി കളഞ്ഞു. ഇപ്പോഴാണ് എനിക്ക് ഐഡിയ തെളിഞ്ഞു വന്നത്. മനസ്സിൽ ലഡു പൊട്ടിയത് ഇപ്പോഴാണ്. അത് പൊട്ടാൻ കാരണമായതാരാണ്? എൻ്റെ ശങ്കരേട്ടൻ. അതുകൊണ്ട് ആഴത്തിലേക്കുള്ള യാത്രയിൽ ശങ്കരേട്ടൻ എനിക്കൊരു മുതൽക്കൂട്ടായിരുന്നു. പക്ഷേ പിന്നീട് ആ കാര്യം സംസാരിച്ച് അവനും എന്നോട് അടുത്ത് പെരുമാറി. ബോബിക്കുട്ടൻ കൊച്ചതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ആദ്യം റിജക്റ്റ് ചെയ്തു. പിന്നീട് ഞാൻ ഓർത്തു,
കിട്ടുന്ന ബോണസുകൾ ഒട്ടും നഷ്ടപ്പെടുത്തരുത്. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹങ്ങളുമുണ്ടായിരുന്നു. അങ്ങനെ പണ്ടവർ ഇടവും വലവും മല കയറാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മല കയറി തിരിച്ച് താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാനും അവർ ഇടവും വലവുമുണ്ട്. എൻ്റെ ജീവിതം ഇപ്പോഴാണ് ഫുൾഫില്ലായത്. ഇതിനിടയ്ക്ക് എൻ്റെ ഇത്രയും കാലം നടക്കാത്ത ഒരു സ്വപ്നവും വിശേഷമായി എനിക്ക് വന്നു ഭവിച്ചു. പക്ഷേ എന്ത് ചെയ്യാനാണ്, ആരോടും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് രണ്ടുപേരും സഹായിച്ചു. അങ്ങനെ അതൊഴിവാക്കി. പക്ഷേ ഇപ്പോൾ ശങ്കരൻ എന്നോട് പറഞ്ഞത് ഭാര്യ ഡിവോഴ്സ് ചെയ്യാം, എന്നിട്ട് എന്നെ വിവാഹം കഴിക്കാം. അപ്പോൾ എനിക്ക് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കും, വിശേഷവും ഉണ്ടാകും. ബോബിക്കുട്ടൻ ഞങ്ങളുടെ കൂടെ എപ്പോഴും കാണും എന്ന് പറയുകയാണ്. ബോബിക്കുട്ടനും അതിനാഗ്രഹമുണ്ട് എന്നുള്ള രീതിയിലാണ് സംസാരം. എനിക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല, ഒരു പെർസെൻറ്റേജ് പോലും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന് മറുപടി ഞാൻ തരാം. ഒരിക്കലും ഇത്തരമൊരു വിഡ്ഢിത്തം കാണിക്കരുത്. കാര്യം സ്നേഹമെന്ന് പറഞ്ഞത് ഇത്തരത്തിലുള്ള മോഹാവേശമൊന്നുമല്ല. മോഹവും ആവേശമൊക്കെ കണ്ട് സ്നേഹമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാലും നന്നാവുമെന്ന് നമുക്കറിയില്ല. എങ്കിലും ഭർത്താവ് അറിയുന്നില്ല, അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണൽ കാര്യമല്ലേ എന്ന് പറഞ്ഞ് നമുക്ക് വിടാം. പക്ഷെ നല്ല കാര്യമല്ല. എങ്കിലും ഒരാളുടെ പേഴ്സണൽ കാര്യമല്ലേ എന്ന് പറഞ്ഞ് ഒരു എക്സ്ക്യൂസ് കൊടുക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുക. അങ്ങനെ പറഞ്ഞു ഡൈവേഴ്സ് ചെയ്യുക. അങ്ങേർക്ക് പിള്ളേരൊക്കെ ഉണ്ട്, അങ്ങേർക്ക് കുറച്ച് നല്ല പ്രായമുള്ളൊരു മനുഷ്യനാണ്. അതുപോലെ ഈ ചെക്കൻ എന്നും കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞത് ഇത്തിരി എക്സാജറേഷൻ അല്ലേ? അവൻ്റെ കാര്യം നോക്കട്ടെ, അല്ലെങ്കിൽ അവൻ കുറച്ച് വർഷം കഴിയുമ്പോഴേക്കും അവൻ്റെ കാര്യം നോക്കിപ്പോകും. നിങ്ങൾ അവിടെ രണ്ടാം തരക്കാരിയാകും ആരുടെ മുന്നിൽ? ആ ഒരു ചേട്ടന് മുന്നിൽ. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങേരുടെ ജീവിതം ജീവിക്കട്ടെ, ആ ചെക്കൻ്റെ ജീവിതവും. നിങ്ങൾ നല്ലവനായ ഭർത്താവിനെ ഇങ്ങനെ ശരിയാണ്, അങ്ങനെ ഈ മിസ്റ്റേക്ക് കാണുമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കലി ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും പരിഹരിക്കാൻ നോക്കുക. അല്ലാതെ ഇതൊന്നും അതിന് പോംവഴിയായിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ ഓക്കെ, ചിലപ്പോൾ മനുഷ്യനല്ലേ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള അഫയേഴ്സ് ഉണ്ടായേക്കാം. പക്ഷേ ഈ കാണിക്കുന്ന കാര്യങ്ങളെയൊക്കെ ന്യായീകരിക്കാനോ ഈ എടുക്കുന്ന തീരുമാനം നല്ലതാണെന്നോ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെട്ടിയായിരിക്കും. അത് എപ്പോഴും മുൻകൂട്ടി കണ്ടുകൊണ്ട് ബന്ധങ്ങളെ വിദഗ്ധമായിട്ട് മാനേജ് ചെയ്യാൻ കഴിയണം. സാധിച്ചില്ലെങ്കിൽ അത് വലിയ പ്രശ്നമായിട്ട് തീരും. എനിക്ക് അത്രേ പറയാനുള്ളൂ ഉപദേശം.